ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള മാറ്റൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള നല്ലൊരു ടിപ്സ് കൂടി ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ കുപ്പിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കുപ്പി നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കാണിക്കുന്ന രീതിയിൽ നേരെ ഹാഫ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നേരെ ഹാഫ് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാനിതാ എന്റെ കയ്യിലെ കുറച്ച് കുപ്പി വളകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുപ്പിയിലോട്ട് നമുക്ക് ഈ ഒരു വളകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലെ വളകളൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ എന്റെ കയ്യിലെ വളകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഭാഗങ്ങളും ചേർത്ത് പിടിച്ചതിന് ശേഷം കുപ്പിയുടെ അടപ്പ് കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ സേഫ് ആയിട്ട് ലോക്ക് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള വളകളൊക്കെ ഈ ഒരു രീതിയിൽ കുപ്പിയിലാക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ ഷെൽഫിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും എളുപ്പമായിരിക്കും. മാത്രമല്ല നമ്മുടെ വളകളൊന്നും പെട്ടെന്ന് ചീത്തയായി പോവുകയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഞാൻ ഇതാ ടിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ടിന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലെ. അപ്പോൾ ഈ ഒരു ടിന്നൊന്നും ആരും കളയണ്ട. ഈ ഒരു ടിന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. അപ്പൊ അതെങ്ങനെയാ നോക്കാം. ഈ ഒരു ടിന്നിനെ ഞാനൊന്ന് കവർ ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്റെ കയ്യിൽ ബാലൻസ് വന്ന ഒരു വാൾപേപ്പറിന്റെ പീസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാലത്ത് നമ്മൾ എല്ലാവരും വാൾപേപ്പർ യൂസ് ചെയ്യുന്നവരാണ്. മിക്കവരും ഇപ്പോൾ വാൾപേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ വാൾപേപ്പർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ഇതുപോലെ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവല്ലോ, ആ ഒരു പീസൊക്കെ നമ്മൾ ഇതുപോലെ എടുത്തു വെക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് ഈ ഒരു ടിന്നിനെ മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ എന്താ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ഭാഗം എനിക്ക് വാൾപേപ്പർ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇത് നമ്മുടെ ടിന്നിനെ മൊത്തമായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതാ നമുക്ക് നല്ലൊരു ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഇതിലോട്ട് വെച്ചിട്ട് നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള ചെടികളൊക്കെ ഉണ്ടാവല്ലോ, ആ ഒരു ചെടികളൊക്കെ വേറൊരു പോട്ടിലാക്കിയിട്ട് ഇതിലോട്ട് ഇറക്കി വെച്ചാലും മതി. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പോട്ടിനോ അല്ലെങ്കിൽ വാൾപേപ്പറിനോ ഒരു കേട് സംഭവിക്കുകയില്ല. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഞാൻ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പിന്നെ ഇതിലോട്ട് വാൾപേപ്പർ മാത്രമല്ല, പെയിന്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ വെച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ വാൾപേപ്പർ ഉള്ളത് കൊണ്ട് ആ ഒരു രീതിയിൽ ഒട്ടിച്ചു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ടിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് വീട്ടിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുപ്പി എടുക്കുന്ന ടൈമിൽ അത്യാവശ്യം കട്ടിയുള്ള കുപ്പി തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇതിന്റെ മുകൾ ഭാഗത്തുനിന്ന് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ട് ചെയ്ത ഭാഗം ഷാർപ്പ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചൂടായ അയൺ ബോക്സിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഷാർപ്പ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലൊരു സ്റ്റിക്കാണ്. ഈ ഒരു സ്റ്റിക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുപ്പിയുടെ വായ്ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം. നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇറക്കി കൊടുക്കണം കേട്ടോ. ഇൻ കേസ് അഴിഞ്ഞു പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ ഒരു കേബിൾ ടൈയോ മറ്റോ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ടൈറ്റ് ആയിട്ട് അവിടെ നിന്നോളും. ഇനി ഞാൻ ഇതാ 1/2 ബക്കറ്റോളം വെള്ളം എടുത്തിട്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് വിനാഗിരിയാണ്. ഇവിടെ ഞാനിതാ ഈ ഒരു കുപ്പിയുടെ 3 അടപ്പോളം വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം തന്നെ നമ്മുടെ സോപ്പ് പൊടിയില്ലേ, ഏതാണോ സോപ്പ് പൊടി യൂസ് ചെയ്യുന്നത് ആ ഒരു സോപ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആണ്. നിങ്ങൾ ഏതാണോ ഡിഷ് വാഷിംഗ് ലിക്വിഡ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇതുപോലെ 1 ടേബിൾ സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചവിട്ടികളൊക്കെ കഴുകുന്ന ടൈമിൽ ഈ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ.
പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന മാറ്റൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും മെഴുക്കിന്റെ അംശമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഈ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ മാറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് ചവിട്ടികളൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നടുവേദന അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉരച്ച് കഴുകേണ്ട ഒരാവശ്യമില്ല, നന്നായിട്ട് തന്നെ അഴുക്ക് പോവുകയും ചെയ്യും. നമുക്കറിയാം, സാധാരണ നമ്മൾ ചവിട്ടികളൊക്കെ കഴുകിയെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ കുനിഞ്ഞിട്ട് ഉരച്ചു കൊടുത്താൽ മാത്രമേ ആ ഒരു ചവിട്ടിയിലെ അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടുള്ളൂ. അപ്പോൾ നടുവേദനയുള്ളവരൊക്കെ ആണെങ്കിൽ, നടുവേദനയുള്ളവരും പിന്നെ പ്രഗ്നന്റ് ആയവരൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ നേരം കുനിഞ്ഞിന്ന് കഴുകിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിന്നുള്ള അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിന്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചവിട്ടി നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാനും പറ്റും. അപ്പൊ നടുവേദനയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല യൂസ്ഫുൾ ആണ്, നന്നായിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാനും പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇതാ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ ഉപ്പൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ അടപ്പ് ആവശ്യമില്ല, അടപ്പ് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇനി ഞാൻ ഇതിന്റെ വായ്ഭാഗത്തുനിന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു കാർഡ്ബോർഡിന്റെ പീസാണ്. ഈ ഒരു കാർഡ്ബോർഡിന്റെ പീസ് ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. പഴയ ഏതെങ്കിലും തുണിയൊന്ന് നനച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ ഒരു ലെയർ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മൾ നനഞ്ഞ തുണി വെച്ച് തുടച്ചു കൊടുത്തത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ സാവധാനം ആ ഒരു ലെയർ നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കൈവച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുപ്പിയിലോട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിന്റെ പീസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിയിൽ ആ ഒരു കുപ്പി മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി മുകളിലും താഴെയായിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ ഞാൻ എന്താ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നല്ലൊരു ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഇത് നമുക്ക് പെയിന്റ് അടിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇതാ അതുപോലെ പെയിന്റ് അടിച്ചെടുത്തതാണ്. ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പെയിന്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ പെയിന്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൂരെ നിന്ന് നോക്കുന്ന ടൈമിൽ സെറാമിക് പോട്ട് പോലെ തോന്നുള്ളൂ. അടുത്ത് വന്ന് തൊട്ട് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ കാർഡ്ബോർഡ് പീസ് ആണെന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഫ്ലവറൊക്കെ അതിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആർക്കും തന്നെ മനസ്സിലാവില്ല കേട്ടോ കാർഡ്ബോർഡ് പീസ് ആണെന്നുള്ളത്. ഇതുപോലുള്ള ചെറിയൊരു പീസ് കാർഡ്ബോർഡ് ഒക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുക്കാനായിട്ട് ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഗ്ലൂ ഗൺ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഗമ്മുള്ളത് ആ ഒരു ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തുള്ള മുൻപരിചയം ഒന്നും വേണ്ട. നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നല്ല ഫ്ലവർ പോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ സെറാമിക് പോട്ടൊക്കെ നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഫ്ലവർ പോട്ടും ഏകദേശം ആ ഒരു ലുക്ക് തന്നെയാണ് തരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും വേണം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും തന്നേക്കണം കേട്ടോ. കൂടാതെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏത് ടിപ്സ് ആണ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെന്നുള്ളത് അതുകൂടി ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.